നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീൻ പരിശീലകൻ ലയണൽ സ്കലോനിയെ കോൺമെബോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഒരു മത്സരത്തിലേക്കാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ടീമിനെ കളിക്കളത്തിലേക്ക് ഇറക്കാൻ വൈകി എന്നതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് ഇക്കാര്യം കോൺമെബോൾ അറിയിച്ചു കഴിഞ്ഞു. തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലാണ് അദ്ദേഹം ടീമിനെ ഇടവേള സമയത്തിന് ശേഷം, അതായത് ഹാഫ് ടൈമിന് ശേഷം കളിക്കളത്തിലേക്ക് വിടാൻ വൈകിയത്. ഇത് സംബന്ധിച്ച് കാനഡക്കെതിരെ ഇതേ വിഷയം ഉണ്ടായപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. പണി കിട്ടിയേക്കും എന്നാണ് നമ്മൾ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞത്. അന്ന് കാനഡയുടെ കോച്ചും ശക്തമായ ഭാഷയിൽ രംഗത്തേക്ക് വന്നിരുന്നു. ഇടവേള സമയത്ത് അർജന്റീന അധികം സമയമെടുത്തു. 15 മിനിറ്റ് എന്നതിന് പകരം 20 മിനിറ്റ് കഴിഞ്ഞ് 21 മിനിറ്റിന് ശേഷമാണ് അന്ന് അർജന്റീന കളിക്കളത്തിലേക്ക് വന്നത്. കാനഡയുടെ കോച്ച് അന്ന് പറഞ്ഞത്, ഞങ്ങൾക്ക് ഇതുപോലെ അധിക സമയം ലഭിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും ആ സമയം എടുത്ത് പ്രിപ്പയർ ചെയ്ത് വന്നേനെ. ഇതിപ്പോ കാര്യം വളരെ കൃത്യമാണ്. ആദ്യ പകുതിയിൽ ഗോളടിക്കാൻ പറ്റാതെ വന്ന അർജന്റീന ഞങ്ങൾ എങ്ങനെയാണ് കളിക്കുന്നത് എന്ന് വീഡിയോ അനാലിസിസ് ചെയ്തുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ നിന്നതാണ്. അങ്ങനെയാണ് ഈ സമയം വൈകിയത് എന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. സംഭവം അന്ന് വലിയ രൂപത്തിൽ വാർത്തയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കോൺമെബോൾ സ്കലോനിക്ക് വാണിംഗ് കൊടുത്തിരുന്നു. ഇനി ഇത് ആവർത്തിച്ചാൽ മത്സരത്തിൽ നിന്ന് വിലക്കാവുമെന്ന്. അതാണ് കോൺമെബോളിന്റെ റൂള്. ഏതായാലും വീണ്ടും ചിലിക്കെതിരെയും കളി കണ്ട എല്ലാവർക്കും അറിയാം. ചിലിയൻ ടീം ഹാഫ് ടൈമിന് ശേഷം ഗ്രൗണ്ടിൽ നിന്ന് എല്ലാം സെറ്റായി നിന്ന് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. ആ കളിയിലും അർജന്റീന ഇടവേളയ്ക്ക് ശേഷം ഗ്രൗണ്ടിലേക്ക് വരാൻ വൈകിയത് കൊണ്ട് ഇപ്പോൾ വാണിംഗ് കിട്ടിയിട്ടും അത് ആവർത്തിച്ചതുകൊണ്ട് ലയണൽ സ്കലോനിക്ക് ഒരു മത്സരത്തിലെ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് കോൺമെബോൾ ഇറക്കിക്കഴിഞ്ഞു. അതിൽ കോൺമെബോൾ റീസൺ ആയിട്ട് പറയുന്നത് 15 മിനിറ്റ് ആണ് സമയം, പക്ഷെ അർജന്റീന ഇറങ്ങാൻ അതിനേക്കാൾ സമയമെടുത്തു, 2 മിനിറ്റ് അധികം എടുത്തു എന്നാണ് ഇപ്പോൾ അതിൽ ആ ഒരു കണക്കിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഫൈനും കൊടുത്തിട്ടുണ്ട്. $15,000 ഫൈനായിട്ട് ഇപ്പോൾ സ്കലോനിക്ക് മേലെ ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കത്തില് അർജന്റീനയുടെ ഇന്ന് നടക്കുന്ന മത്സരം, ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് നാളെ പുലർച്ചെയാണ് ആ കളി നടക്കുന്നത്, പെറുവിനെതിരെയുള്ള മത്സരം. ആ കളിയിൽ ലയണൽ സ്കലോനി ആയിരിക്കില്ല ബെഞ്ചിൽ ഉണ്ടാവുക. പാബ്ലോ ഐമർ ആയിരിക്കും അവരുടെ പരിശീലക സ്ഥാനത്ത് എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവരാം.